എല്ലാം മച്ചന്മാരെ എല്ലാവർക്കും സുഖമല്ലേ? അപ്പോൾ നമ്മൾ ഇന്നത്തെ പരിപാടി എന്താണെന്നല്ലേ, നമ്മൾ ഇന്നൊരു അശോക് ലൈലാൻഡിൻ്റെ ഷോറൂമിൽ പോവാണ്. അപ്പം നമ്മളെ കൊമ്പനടുത്ത ലൈലാൻഡിൻ്റെ ഷോറൂമിലേക്കല്ല ടൂറിസ്റ്റ് പോണേ, നമ്മൾ ഇന്നൊരു ചേസ് എടുക്കാൻ പോകണേ. അപ്പം വേറൊരു ലൈലാൻഡ് ഷോറൂമിലാണ് നമ്മൾ ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നത് കേസ്. അപ്പോൾ അവിടെയാണ് നമ്മളെ ചേസ് വന്നിട്ടുള്ളത്. അപ്പോൾ ആ ഷോറൂമിലേക്കാണ് നമുക്ക് പോകേണ്ടത്. അപ്പോൾ നമ്മളെ പിങ്ക് പാന്തർ കൂടെ സെറ്റായിരിക്കുന്നുണ്ട്. പിന്നെ വേറെ സർപ്രൈസ് ഉണ്ട്, അത് ഞാൻ ഇടയ്ക്കിട്ട് പോകുമ്പോൾ നിങ്ങൾ കണ്ടോളി. അപ്പോൾ ഇതൊക്കെ നമ്മളെ ടോപ്പ് ലൈറ്റ് വെച്ച് വണ്ടിയിൽ ചെറിയ അപ്ഡേറ്റ് ചെയ്യുന്നുണ്ട് നമ്മൾ പറഞ്ഞില്ല ഗൈസ്. അത് ഗൈസ് ടോപ്പ് ലൈറ്റ് വെച്ച് പിന്നെ അതാ ലിപ്പിൻ്റെ റൂപ്പർ വെച്ചെന്ന് കേട്ടോ ഗൈസ്. ലിപ്പിനൊരു ചെറിയ റൂപ്പർ വെച്ചിട്ടുണ്ട്. അത് നിങ്ങൾക്ക് ഇവിടെ തന്നെ കാണാനുണ്ട് ഗൈസ്, ലിപ്പിൻ്റെ റൂപ്പർ വെച്ചത് ഗൈസ്. ലിപ്പിലെ റൂപ്പർ വെച്ചിട്ടുണ്ട്. അങ്ങനെ ചെറിയ ചെറിയ വർക്കൊക്കെ നമ്മൾ വണ്ടി ചെയ്തിട്ടുള്ളൂ കേട്ടോ. നമുക്ക് നേരെ വണ്ടിയുടെ ഇൻറ്റീരിയറിൽ കയറിയിട്ട് കാണാം. അത് ഇൻറ്റീരിയറിൽ വേറെ രീതിയിൽ വർക്കൊന്നും നമ്മൾ ചെയ്തില്ല, ജസ്റ്റ് ഒന്ന് ഷീറ്റ് ഒട്ടിച്ചെന്നുള്ളൂ ഗൈസ്. ഇൻറ്റീരിയർ ഒരു കാർപ്പൻ്റർ സംഭവം ചെയ്തിട്ട് നല്ല ലുക്കുണ്ട് ഗൈസ് ചെയ്തിട്ട്. പിന്നെ നമുക്കൊരു സെറ്റിങ്സ് പോയിട്ട് സംഭവം ഒന്ന് ചേഞ്ച് ചെയ്യാനുണ്ട് ഗൈസ്. ജസ്റ്റ് ഒന്ന് വെച്ചായിരുന്നു ഗൈസ്. സുഖമില്ല ഓടിക്കാൻ, ഇങ്ങനെ ഇട്ട് ഓടിക്കണം, അതാണ് സുഖം ഗൈസ്. പിന്നെ നമുക്ക് ലൈലാൻഡിൻ്റെ ഷോറൂമിൽ പോവാം. അപ്പോൾ ലൈലാൻഡിൻ്റെ ഷോറൂമിന് നമ്മളെല്ലാവരും വണ്ടീൻ്റെ അപ്ഡേറ്റ് ചെയ്താണ്ട് നമ്മൾ ആ വണ്ടി ഇറക്കുന്നുണ്ട്. അപ്പോൾ അത് അവിടെ വെച്ചൊരു സർപ്രൈസാണ് ഗൈസ്. അപ്പം എല്ലാവരും ഉണ്ടാവില്ല ഗൈസ്. അപ്പോൾ എല്ലാവരും നമുക്ക് നേരെ ഇനി ലൈലാൻഡിൻ്റെ ഷോറൂമിൽ എത്തിയിട്ട് കാണാം പോവാണ്. അപ്പോൾ നമ്മൾ ഏതാണ്ട് ലൊക്കേഷനിലൊക്കെ എത്തിയിട്ടുണ്ട്. അപ്പോൾ ഏതായി മോട്ട വണ്ടി നമ്മൾ വെട്ടിച്ചുകൊണ്ട് പോകണം അവിടുന്ന്. അപ്പോൾ നമ്മൾ ഏതാണ്ട് നമ്മൾ ലൈലാൻഡ് ഷോറൂമിൽ കയറിയിട്ടുണ്ട്. അപ്പം ഇനി നമുക്ക് നേരെ പോകാൻ നേരെ കയറുകയാണ് നമ്മളെ ലൈലാൻഡിൻ്റെ ഷോറൂമിലേക്ക്. ഒറ്റ മൈൻഡിൽ നമ്മൾ പിങ്ക് പാന്തർ കയറുന്ന ലുക്ക് റൂപ്പർ കൂടിയൊക്കെ വെച്ചപ്പോൾ വണ്ടി വേറെ ലെവലിൽ ലുക്കായിട്ടുണ്ട്. പിന്നെ ഗ്രൗണ്ട് ക്ലിയറൻസ് എന്ന് ചോദിക്കുമ്പോൾ തീരെ ഇല്ല എന്ന് വേണമെങ്കിൽ പറയാം. വണ്ടിക്ക് പോലും ഇല്ല ഗൈസ്, വണ്ടിക്ക് ഗ്രൗണ്ട് ക്ലിയറൻസ്. അപ്പം നമ്മളൊരു വിരലില്ലേ അതിനനുസരിച്ചൊക്കെ ഗ്രൗണ്ട് ക്ലിയറൻസ് ഒക്കെ ഉണ്ടാവും. അത്യാവശ്യത്തില്ല ഗ്രൗണ്ട് ക്ലിയറൻസ് ഉള്ളു വണ്ടിക്കില്ലേ. അപ്പം ഇതൊക്കെയാണ് വണ്ടി. അപ്പം നേരെ നമ്മൾ വണ്ടി ഇവിടെ പാർക്ക് ചെയ്തിട്ടുണ്ട്. നമുക്ക് നേരെ നമ്മളെ മെയിൻ പരിപാടി എന്താണെന്നല്ല ഗൈസ് ഞാൻ പറയാം. നമുക്ക് നേരെ വണ്ടി എടുക്കുക, പാർക്കുക, അതൊക്കെയാണ് നമ്മുടെ പരിപാടി. നമ്മളെ ചെറുക്കമ്മടെ എത്തിയിട്ടുണ്ട്, നമ്മളെ ചൈസ്. അപ്പോൾ ചൈസിനെ നമ്മൾ നെയിമൊന്നും ഒട്ടിച്ചില്ല. പിന്നെ എന്ന് പറയുമ്പം നമ്മളെ ഇതിനി ബാക്കി കുറേ ഡെക്കറേഷനായിട്ട് യൂസ് ചെയ്യുന്ന കുറേ സംഭവങ്ങളുണ്ടാവും ഗൈസ്, അതൊന്നുമില്ല. അത് സർപ്രൈസ് ആയിട്ടുള്ളൊരു വണ്ടി വരാൻ പോകുന്നുണ്ട് ഗൈസ്. അതിപ്പം വരും. ആ വണ്ടിയിലാണ് നമ്മൾ എല്ലാം ചെയ്തത്. നെറ്റിപ്പട്ടം വരെ നമ്മൾ അതിലാണ് സെറ്റ് ചെയ്തത്. അപ്പോൾ നെറ്റിപ്പട്ടം കെട്ടുമ്പോൾ നമ്മളെ വണ്ടി രാജാവ് അയച്ചയക്കും. അപ്പോൾ നമ്മളിങ്ങോട്ട് കൊണ്ടുവന്നതെന്ന് വെച്ചാൽ സ്റ്റിക്കർ മാത്രമാണ് കൊണ്ടുവന്നത്. അങ്ങോട്ട് ചെയ്യുന്നുണ്ടല്ലോ വെച്ചാൽ മുതലങ്ങോട്ട് വന്നിട്ടുണ്ട്. ഇതാണ് നമ്മളെ മുതൽ. അപ്പോൾ നമ്മൾ വണ്ടീനെ കയറ്റിയാണ്. അപ്പോൾ വണ്ടിയിൽ ഇനി കുറച്ച് സാധനങ്ങളുണ്ട് നമ്മൾ ചേസിൽ വെക്കാനുള്ള, അതൊക്കെ വെച്ചിട്ട് നമുക്ക് കാണാം. ചേസിൽ നമ്മൾ നെയിമൊക്കെ ഒട്ടിച്ച് കഴിഞ്ഞിട്ടുണ്ട്. അപ്പം അതേതാ ഹോണ്ട സിറ്റി ഒക്കെ എത്തില്ലേ? എന്തുട്ടാണ് ഷോർട്ട് ഔട്ട് എൻ്റെ മോനെ. ട്രാക്ക് മോഡ് പൊളിയാണ് കേട്ടോ. ഷോർട്ട് കട്ടൊക്കെ അടിച്ചു പോകുന്നുണ്ട് വണ്ടി, ഏതായാലും അടിപൊളിയുണ്ട് ഈ ട്രാക്ക് മോഡിൽ വന്നൊരു ഇതാണ്. അപ്പോൾ ഏതായാലും നമ്മളെ വണ്ടീൻ്റെ വർക്ക് എങ്ങനെ ഉണ്ടെന്ന് കമൻറ്റ് ചെയ്യുക. കാരണം അത്ര കിടുക്കാച്ച് വർക്കാണ് നമ്മൾ വണ്ടി ചെയ്തിട്ടുള്ളതെന്ന് തന്നെ പറയാമല്ലോ. അത്രക്കും വണ്ടി ചെയ്ത വർക്കാണ് നമ്മൾ ചെയ്തത്. അപ്പോൾ എല്ലാ വണ്ടിയും ഇവിടെ ഷോർട്ട് കട്ട് അടിച്ച് വരുന്നുണ്ട്. സംഭവം എന്താ അവിടെ ആയിട്ടുണ്ട് എന്ന് തന്നെ അറിയാം. കാർത്തിക ഏതോ ഒരു പ്രൈവറ്റ് ബസ്സൊക്കെ ഷോർട്ട് കട്ട് അടിച്ച് വരുന്നുണ്ട്. സംഭവം അവിടെ എന്തോ ബ്ലോക്ക് ആയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെയാണ് എല്ലാ വണ്ടിയും ഇവിടെ ഷോർട്ട് കട്ട് അടിച്ച് വരുന്നതെന്ന് പറയാം, ഷോർട്ട് കട്ട്. അപ്പം നമുക്കേതായാലും നമ്മളെ വണ്ടി ഇവിടെ സേഫായിട്ട് പാർക്ക് ചെയ്തിട്ടാ. വണ്ടി ഇവിടെ എടുക്കട്ടെ.
ഇതൊക്കെയാണ് വണ്ടി. ഞാൻ വണ്ടി ഒന്ന് അഡീഷണൽ ആയിട്ട് കാണിച്ചു തരാം. നമ്മളങ്ങനെ വണ്ടി കാണാൻ വന്നാണ് ഗൈസ്. അപ്പോൾ നമ്മളെ വണ്ടിയിൽ ലിപ്പിൽ ചെയ്ത ഒരു മുള്ളു പോലത്തെ സംഭവമില്ല ഗൈസ്, അത് ഒരു വൈറ്റ് ആക്കിയിട്ടുണ്ട്. പിന്നെ നമ്മളെ ലൈറ്റാണ്, ലൈറ്റിൻ്റെ അവിടെ അല്ലേ ഒരു സെഡോൻ്റെ ലൈറ്റിൻ്റെ അവിടെ ഉള്ള സംഭവമില്ല ഗൈസ്, അതും നമ്മൾ ജസ്റ്റ് ചേഞ്ച് ചെയ്താണ്ട് ഒരു വൈറ്റ് അല്ല ഒരു ഗ്രേ ടൈപ്പാണ് നമ്മൾ ചെയ്തിട്ടുള്ളത്. പിന്നെ നമ്മൾ ലിപ്പിൻ്റെ ഇവിടെയാണ്, ലിപ്പിൻ്റെ ഈ ഒരു സംഭവത്തിന് നമ്മൾ ജസ്റ്റ് ഒരു വൈറ്റിൻ്റെ സംഭവം ചെയ്തെന്നുള്ളൂ, അത് വലിയ ഇത് എടുക്കണ്ട. പിന്നെ ഉള്ളത് പറയുമ്പോൾ നമ്മളെ ബാക്ക് ലൈറ്റിൻ്റെ സംഭവമാണ്, അത് നമ്മൾ വൈറ്റ് അല്ല ഒരു ഗ്രേ ടൈപ്പ് ആക്കിയിട്ടുണ്ട്. ഇതൊക്കെയാണ്. പിന്നെ നമ്മളെ ചാനലിൻ്റെ ലോഗോ നമ്മൾ കൊടുത്തിട്ടുണ്ട് കേട്ടോ ഗൈസ്. നിങ്ങൾക്ക് മുകളിൽ നോക്കുമ്പോൾ കാണാം നമ്മളെ ചാനലിൻ്റെ ലോഗോ. ഏതായാലും അടിപൊളി വണ്ടിയാണ്, എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട വണ്ടിയാണ്. നമ്മളെ സ്വന്തം വണ്ടിയാണ്, ബാറ്റ്മാനാണ് നമ്മളെ വണ്ടി കിട്ട പേര്. കിട്ടില്ല വണ്ടിയാട്ടോ ഗൈസ്. അപ്പോൾ എല്ലാവരും ഒന്ന് ചെക്ക് ചെയ്ത് നോക്കണം നമ്മളെ വണ്ടി. അപ്പോൾ എൻ്റെ ട്രിപ്പിൻ്റെ വിളിച്ച് നമ്മൾ എല്ലാവരും ഇതിൻ്റെ അടിയിലൊരു കമൻറ്റ് ഇട്ട് ഗൈസ്, എല്ലാവരും ഇതിൻ്റെ അടിയിലൊരു കമൻറ്റ് ഇടി. എന്താണെന്നല്ലേ അത് ഗൈസ്, നമ്മളെ വണ്ടീൻ്റെ കുറിച്ചൊരു കമൻറ്റ് കമൻറ്റ് ഇട്ടുന്ന എല്ലാവരും വെച്ച് നമ്മൾ ട്രിപ്പട് പോകും ഗൈസ്. ഇതിൽ തന്നെ ഒരു ട്രിപ്പട് പോകും, അത് ഈ ഒരു വണ്ടിയിൽ. അപ്പം എല്ലാവരും ബാറ്റ്മാൻ എന്ന് പറഞ്ഞാണ്ട് ഒരു കമൻറ്റ് ഇട്ടാൽ മതി. അപ്പോൾ കമൻറ്റ് ഇട്ടാൽ എല്ലാവരും നമ്മൾ ട്രിപ്പട് കൊണ്ടുപോകും ഗൈസ്. ഇത് ഒരാളെ വെച്ചെങ്കിൽ നമ്മൾ ട്രിപ്പ് കൊണ്ടുപോകും, രണ്ടാണെങ്കിലും കൊണ്ടുപോകും, 10 കൊണ്ടുപോകും ഗൈസ്. അപ്പോൾ ഇനി നമുക്ക് ചേസിലേക്ക് പോകാം, കാരണം നമ്മൾ പറഞ്ഞ് ചേസിൻ്റെ ഓരോ ഇത് പോകുന്നുണ്ട്. അപ്പോൾ നമുക്ക് ചേസിലേക്ക് പോവാം. ചേസിൻ്റെ നമ്മൾ സ്റ്റിക്കറെല്ലാം ഒട്ടിച്ച് കഴിഞ്ഞിട്ടുണ്ട്, അപ്പം നമ്പർ പ്ലേറ്റ് വെച്ചിട്ടുണ്ട്. അപ്പം പറയുകയാണെങ്കിൽ നമ്മളെ വെനം എന്നാണ് നമ്മളെ വണ്ടിക്കിട്ട പേര്. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമുണ്ടെങ്കിൽ ഒന്ന് ജസ്റ്റ് കമൻ്റ് ആയിട്ട് ഇട്ടോളി വെനം എങ്ങനെ ഉണ്ട് എന്നില്ലേ. നമ്മൾ ജസ്റ്റ് ബാക്കിലും വെനൊന്നും ഇട്ടിട്ടുണ്ട് കേട്ടോ ഗൈസ്, നിങ്ങൾ കാണാം ബാക്കിൽ. ഇനി നമ്മളെ ബാറ്റ്മാൻ്റെ ആണ് ഗൈസ്, ബാറ്റ്മാൻ. അപ്പം ബാറ്റ്മാൻ്റെ നമ്മൾ ജസ്റ്റ് നമ്മളെ നെറ്റിപ്പട്ട മാല ഇതൊക്കെ നമ്മൾ അതിലാണ് വെച്ച ഗൈസ്, അതൊക്കെ നമ്മൾ ചേസിൽ വെക്കണം. ഒക്കെ വെച്ചിട്ട് കാണാം. അതൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് നേരെ നമ്മളെ മുന്നിൽ കൊണ്ടിടണം വണ്ടി. അപ്പോൾ വണ്ടി ജസ്റ്റ് ഒന്ന് ഓണാക്കി ഇടട്ടെ. കിട്ടില്ല സൗണ്ട് ഗൈസ്. ഹാൻഡ് ബ്രേക്കൊക്കെ നമ്മൾ ഓഫാക്കിയിട്ടുണ്ട്. ഇനി നേരെ നമ്മളെ വണ്ടി എടുത്ത് പോവാണ് അൻഷുവിൻ്റെ ചേസിൽ ഗൈസ്. അത് ലാൻഡ് കിങ് ബുസീർ പറഞ്ഞ മച്ചാൻ്റെ മോഡാണ് കേട്ടോ ഗൈസ്. സംഭവം നല്ല രസമുള്ളൊരു മോഡ് തന്നെയാണ്. ഇനി നമുക്ക് ബാറ്റ്മാനെ എന്ന് പറയുമ്പോൾ ഇവിടുന്ന് മാറ്റിയിടും ഗൈസ്, കാരണം ഇവിടെ സ്ഥലമല്ല. അവിടെ ഷോർട്ട് കട്ടായിട്ട് ഇതാ കണ്ടോ ഗൈസ്, വണ്ടികളൊക്കെ ഇതിലങ്ങോട്ടാണ് പോണേ. അത് നമ്മളെ പീക്കാച്ചൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ ഗൈസ്, നമ്മൾ വിളിച്ചിട്ടുണ്ടായിരുന്നു നമ്മളെ ചേസിൻ്റെ ഡെലിവറിക്ക്. അപ്പോൾ ഏതായാലും അവർ വന്നിട്ടുണ്ട്, സന്തോഷം. നമുക്ക് ഇനി നമ്മളെ വണ്ടി ഇവിടെ സെറ്റ് ചെയ്യാം, എന്നിട്ട് ബാക്കി പരിപാടികളൊക്കെ കാണാം. നമ്മളെ പീക്കാച്ചു ആണ് ഇപ്പോൾ ഈ കാണുന്നത് ഗൈസ്. അപ്പോൾ പീക്കാച്ചുവിൽ കുറച്ച് ആൾക്കാരൊക്കെ അവിടെ വന്നിട്ടുണ്ട്. അപ്പോൾ ലോഞ്ചിങ്ങൊക്കെ അവസാനിച്ചിട്ടുണ്ട് എന്ന് തന്നെ പറയാം. അപ്പോൾ ലോഞ്ചൊക്കെ നമ്മൾ അവസാനിപ്പിച്ചിട്ടുണ്ട്. ഇങ്ങനെ നമ്മളെ വണ്ടീൻ്റെ ലോഞ്ചിങ്ങൊക്കെ നമ്മൾ അവസാനിച്ച് നമുക്ക് വണ്ടിയും കൊണ്ട് പോവാം. അപ്പോൾ നമ്മളെ പീക്കാച്ചു ഉണ്ട്, അപ്പം സിംഗാണില്ല. ഏതായാലും വിളിച്ചാൽ പോലും പെട്ടെന്ന് തന്നെ വരും നമ്മൾ പ്രതീക്ഷിച്ചില്ലായിരുന്നു ഗൈസ്. ഏതായാലും ഒരു പെട്ടെന്ന് തന്നെ വന്നിട്ടുണ്ടായിരുന്നു ഗൈസ്, അത് അടിപൊളി തന്നെ. ഇനി പോവാം. നമ്മൾ നേരെ കയറിയിരിക്കുകയാണ് നമ്മളെ ചേസിൻ്റെ മുന്നിൽ. അപ്പം നേരെ ചേസ് എടുത്ത് പോവാണ്. അപ്പം നല്ല ട്രാഫിക് ബ്ലോക്ക് ഉണ്ട്. അപ്പം നമ്മളിവിടെ അധികം നിൽക്കുന്ന അത്ര സേഫ് അല്ല എന്ന് എനിക്ക് തോന്നുന്നുണ്ട്. അപ്പോൾ നമ്മൾ ജസ്റ്റ് ഇവിടെ നിൽക്കുന്ന അത്ര സേഫ് അല്ലാത്തതുകൊണ്ട് നമ്മൾ വേഗം ഇവിടെ നിന്ന് പോകാൻ നിൽക്കുകയാണ്. അപ്പോൾ ഏതായാലും നമുക്ക് പോയിട്ടാണ് നേരെ അവിടെ നിന്ന് വന്നിട്ടുള്ളതെന്ന് പറയാലോ. അപ്പം മോനെ ജസ്റ്റ് ഇപ്പോൾ തട്ടീനി ഗൈസ്. അപ്പം നമ്മൾ നേരെ അവിടെ നിന്ന് പോകുന്നത് നമ്മളെ പഴയ ഏരിയയാണ് ഗൈസ്, കാരണം ഇത് നമുക്ക് ഒരിക്കലും മറക്കാൻ കഴിയില്ല ഗൈസ്. നമ്മളാണ് ഇവിടെ നിന്നാണ് എല്ലാം തുടങ്ങിയത്. പിന്നെ ജസ്റ്റ് നമ്മൾ ഓരോ ഷെഡൊക്കെ കാണിച്ചെന്നുള്ളൂ. ഏതായാലും ഇവിടെ നിന്ന് കിട്ടുന്ന ഒരു വൈബ് അത് വേറെ തന്നെയാണ് കേട്ടോ ഗൈസ്. അപ്പോൾ മിക്കവാറും കൊണ്ടുവന്ന ഷെഡ് മാറ്റാനുള്ള സാധ്യതയൊക്കെ ഞാൻ കാണുന്നുണ്ട് ഗൈസ്. എന്താണെന്നല്ല ഗൈസ്, നമ്മളെ വീടിൻ്റെ അടുത്ത് തന്നെ ഒരു ചേസ് കിട്ടുന്നുണ്ട്. ചേസല്ല, ഒരു ഗരേജ് കിട്ടുന്നുണ്ട്. അപ്പം മിക്കവാറും നമ്മൾ അവിടേക്ക് മാറും. അപ്പം കുറച്ച് നാളത്തേക്ക് മാത്രം ആണെങ്കിൽ ഇവിടെ നിൽക്കുള്ളൂ ഗൈസ്. അപ്പോൾ ഏതായാലും നമ്മൾ വീട്ടിലേക്ക് എത്തിയിട്ടുണ്ട് എന്ന് വെച്ചാൽ
നമ്മളെ ഷെഡൊക്കെ എത്തിയിട്ടുണ്ട്. നമ്മളെ ചേസിൻ്റെ സ്വന്തം വീട്ടിലേക്ക് എത്തിയിട്ടുണ്ട് എന്ന് പറയാം. പിന്നെ നമുക്ക് ചേസ് നമ്മളെ ഗാരേജിലേക്ക് ഒന്ന് ഇട്ട ഒരു വൈബ് നോക്കട്ടെ ഗൈസ്. സൂപ്പർ ലെവൽ തന്നെയാണ്. പിന്നെ നമുക്കൊന്ന് വീട്ടിൽ പോയിട്ട് വരാം. KSRTCൻ്റെ സൂപ്പർ ഫാസ്റ്റാണെന്ന് അറിയില്ല. ഏതായാലും ഒരുത്തം നമ്മളെ മുന്നിൽ കയറിയിട്ടുണ്ട്. നമ്മളല്ല അശോക് ലൈലാൻഡ് അല്ലേ പിടിക്കവനെ എന്ന് പറഞ്ഞ പോലെ നമ്മൾ വിടുന്നുണ്ട്. പക്ഷെ അവൻ എന്ത് പോക്കാണ് കൈസ് പോണേ, പിടിക്കാൻ കഴിയില്ല അവനെ. അപ്പോൾ ഏതായാലും നമ്മളെ വീട് ഇത്ര നേരം അവനെ നമ്മളെ പിടിക്കാൻ പരമാവധി അവൻ ശ്രമിക്കും. കാരണം എന്ന് പറയുമ്പോഴത്തെ അവനെ കാണാതെ കഴിഞ്ഞിട്ട് കൈസ്. അപ്പോൾ ഏതായാലും നമുക്ക് ഇനി നേരെ പെടുന്ന് പോവാം. നമ്മളെ വീടെത്തിയിട്ടുണ്ട്. അപ്പം കാണാം, ഇതാണ് നമ്മളെ വീട്. പിന്നെ നമുക്ക് വീട്ടിൽ നമ്മളെ ചേസ് അങ്ങോട്ട് കയറ്റണം. ഇതാണ് നമ്മളെ പരിപാടി. സോ ഏതാ വൈബില്ല ചേസ് വീട്ടിൽ കയറുമ്പോൾ ഒരു വൈബ്. അപ്പം ജസ്റ്റ് പണി കിട്ടിയെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു ഗൈസ്. ജസ്റ്റ് അവിടെ തട്ടിയാണ്ട് തിന്നായിരുന്നു. അപ്പം നമ്മളെ ചേസ് നമ്മളെ വീട്ടിലേക്ക് കയറിയിട്ടുണ്ട്. ഇവിടെ ഈ ഒരു വീടിൻ്റെ പ്രത്യേകത എന്താണെന്ന് അറിയുക ഗൈസ്. ഇവിടെ ഏത് വണ്ടി ഇങ്ങനെ ഒതുക്കിയത് വെക്കാം ഗൈസ്, ഒരു കുഴപ്പമില്ല. കണ്ടോ ഗൈസ്, ഇപ്പോൾ സ്പേസ് ഉണ്ട് ഗൈസ് ഈ ഒരു വീടിന്. അതുകൊണ്ട് തന്നെയാണ് ഞാനൊരു വീട് എടുക്കാനുള്ള കാരണം തന്നെ. പിന്നെ ഇവിടെ അവിടെ ആയിട്ടൊരു ഷെഡ് വരുന്നുണ്ട് ഗൈസ്. അപ്പോൾ മിക്കവാറും നമ്മൾ ആ ഷെഡിലേക്ക് മാറാനുള്ള ചാൻസ് ഉണ്ട്. ഇത് ഞാൻ കഴിഞ്ഞ നമ്മളവിടെ ഒരു വീടെടുത്തിട്ടുണ്ടായിരുന്നു ഗൈസ്. അപ്പോൾ നമ്മൾ ജസ്റ്റ് ആട്ടൊക്കെ കയറിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ചേസും കണ്ടിരുന്നു. അപ്പോൾ നമുക്ക് ഇന്ന് അത്ര ദൂരം നടക്കാൻ കഴിയില്ല. അപ്പോൾ ആ ചേസിൽ തന്നെ പോകും. പറഞ്ഞു വന്ന ഈ ഒരു ഷെഡിൻ്റെ കാര്യമാണ്. അപ്പം നമുക്ക് ജസ്റ്റ് ഒന്ന് വളച്ച് തിരിച്ച് കയറേണ്ടി വരും. ഞാൻ പറഞ്ഞു ഗൈസ്, വളച്ച് തിരിച്ച് കയറേണ്ടി വരും. അപ്പോൾ ഏതായാലും നമ്മളിങ്ങനെ ജസ്റ്റ് ഷെഡിലേക്ക് എത്തിയിട്ടുണ്ട്. ഇതാണ് നമ്മൾ പറഞ്ഞ ഷെഡ്. അപ്പം അത്യാവശ്യത്തിൻ്റെ വണ്ടികളൊക്കെ നമുക്ക് അവിടെ പാർക്ക് ചെയ്യാം. ചില പ്രൊസീജിയേഴ്സൊക്കെ ഉണ്ട് ഗൈസ്. അപ്പം ഗ്രൗണ്ട് ക്ലിയറൻസാണ് കുഴപ്പം ഗൈസ്. ഗ്രൗണ്ട് ക്ലിയറൻസിനനുസരിച്ചാണ് വണ്ടി പാർക്ക് ചെയ്യാൻ കഴിയുള്ളൂ ഗൈസ്. അപ്പം നിങ്ങൾ കാറി ഒരു ഷെഡ് എടുക്കണോ വേണ്ടേ നിങ്ങൾ കമൻറ്റ് ചെയ്ത് പറയട്ടെ ഗൈസ്. ഏതായാലും നമ്മളൊക്കെ വീട് അത് തന്നെയാണ് ഗൈസ്. വീടിൽ നിന്ന് നമ്മൾ മാറുന്ന ഒരു കുഴപ്പമില്ല ഗൈസ്, മാറില്ല. വീട് അത് തന്നെയാണെങ്കിൽ അത് തന്നെ ആയിരിക്കും നമ്മളെ ജീവിതകാലം വരെയുള്ള വീട്. അപ്പോൾ നമ്മൾ ഇനി ഇങ്ങോട്ടേക്ക് തിരിച്ചു വന്നിട്ടുണ്ട്. ഇനി ഇവിടെ തന്നെ ആയിരിക്കും. കാരണം കൊമ്പൻ്റെ അവിടെയുള്ള കളി കഴിഞ്ഞു ഗൈസ്. ഇനി ഇവിടെയാണ്. കാരണം നമ്മൾ കൊമ്പനെ കാണാനും കൊമ്പൻ്റെ അവിടെയൊക്കെ ഒന്ന് കയറി കണ്ടെത്താനൊക്കെ ആയിട്ടാണ് നമ്മൾ അവിടെ വീടെടുത്തിട്ടുണ്ടായിരുന്നു ഗൈസ്. പക്ഷെ അവിടെ വീടില്ല ഗൈസ്. അതാണ് ജസ്റ്റ് ഒരു പ്രശ്നമായിട്ട് വന്നത്. പക്ഷേ ഷെഡുണ്ട്, വീടില്ല. ഇവിടെ ചെയ്യുക ഗൈസ്. ഏതായാലും കൊമ്പനെയൊക്കെ എടുത്ത് കാണുമ്പോൾ നല്ല പണി ഇപ്പം ഓരോ ടൂറിസ്റ്റ് ബസ്സിനും കിട്ടുന്നുണ്ട് എന്ന് തന്നെ പറയാമല്ലോ ഗൈസ്. ഈ 8ൻ്റെ പണിയാണ് ഇപ്പോൾ ഓരോ ടൂറിസ്റ്റ് ബസ്സാർക്കും ലഭിക്കുന്നത്. അത് ലെജൻഡിന് തന്നെ കിട്ടി, നിങ്ങൾ കണ്ടിട്ടുണ്ടാവും ഗൈസ്. അപ്പം അങ്ങനെ ഞങ്ങൾ വീട്ടിലേക്ക് എത്തിയിട്ടുണ്ട്. നമ്മൾ ചേസ് ഒന്ന് ജസ്റ്റ് വളച്ച് തിരിച്ചൊന്ന് പാർക്ക് ചെയ്തിടാനാണ് നമ്മൾ ശ്രമിക്കുകയാണ്. അപ്പം ജസ്റ്റ് ഒന്ന് വളച്ച് തിരിച്ച് പാർക്ക് ചെയ്തിട്ടാണ് പിന്നെ പറയാലോ. അപ്പോൾ വളച്ച് തിരിച്ചൊന്ന് പാർക്ക് ചെയ്തിട്ട് കാണാൻ തന്നെയാണ് പറഞ്ഞത്. അപ്പോൾ നമ്മളെ വണ്ടി നമ്മളിവിടെ പാർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പം ഇനി ഇത്രയുള്ള വീഡിയോ. അപ്പോൾ അടുത്ത വീഡിയോ കാണാം. ദെൻ ബൈ. അപ്പോൾ പോകുമ്പോൾ എല്ലാവരും സബ് ലൈക്കോട്ട് ഷെയർ ചെയ്ത് പോയിക്കോളൂ ഗൈസ്. നോമ്പോറ്റാണ് നിങ്ങൾക്ക് വേണ്ടി ഞാൻ വീഡിയോ എടുക്കുന്നത്. ഏതായാലും നമുക്ക് ഷെയറൊക്കെ ചെയ്തിട്ട് പോയിക്കോളി. അപ്പോൾ ഏതായാലും ഈ ഒരു വണ്ടി ഇറക്കുമ്പോഴത്തേക്കും കുറച്ച് നാൾ കഴിയും ഗൈസ്. അതിന് കൊമ്പൻ്റെ കാലേനെ ഇറക്കുന്ന സമയത്തായിരിക്കും നമ്മൾ ഈ ഒരു വണ്ടി കൂടി ഇറക്കാൻ പോകണം ഗൈസ്. ഇതല്ലേ വണ്ടീൻ്റെ അയകം കീക്കാൻ. അപ്പം ഇത്രയുള്ള നമ്മളെ വീഡിയോ. അടുത്ത വീഡിയോ ആണ്. അത് ബൈ.